നമസ്കാരം, ഞാൻ ഡോക്ടർ എ ബി തോമസ് ബാബു, കൺസൾട്ടൻറ്റ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഓർത്തോപീഡിക്സ്, ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ്, സ്പോർട്സ് മെഡിസിൻ ആൻഡ് ആർത്രോസ്കോപ്പി, സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റൽ, തൊടുപുഴ. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഒരു 24/7 വർക്ക് ചെയ്യുന്ന ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ആണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ്. എല്ലാ വിധത്തിലുള്ള ട്രോമ, ആക്സിഡൻറ്റ് കേസുകൾ റിസീവ് ചെയ്യാനും അതിനുവേണ്ട ചികിത്സ നൽകാനും സ്മിത ഹോസ്പിറ്റൽ ഈസ് റെഡി. നമുക്ക് കാഷ്വാലിറ്റിയിൽ തന്നെ ട്രെയിൻഡ് ആയിട്ടുള്ള എമർജൻസി ഫിസിഷ്യൻസ് ഉണ്ട്. സോ പോളിട്രോമ പേഷ്യൻസിൻ്റെ ഇനീഷ്യൽ സ്റ്റെബിലൈസേഷൻ, അവരെ ICUലോട്ട് അല്ലെങ്കിൽ തിയേറ്ററിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് വലിയ ഡിലേ വരാത്ത രീതിയിൽ തന്നെ സർജിക്കൽ മാനേജ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു 24-hour ട്രോമ സെൻ്ററാണ് സ്മിത ഹോസ്പിറ്റൽ എന്നുള്ളതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇതുകൂടാതെ നമുക്ക് ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള മോഡേൺ ഓപ്പറേഷൻ തിയേറ്റേഴ്സ് ഉണ്ട്. എല്ലാ തരത്തിലുള്ള ട്രോമ സർജറീസും നമ്മളിവിടെ ചെയ്തുകൊണ്ട് വരികയാണ്. ലാസ്റ്റ് 2 years ആയിട്ട് നമ്മൾ എല്ലാ രീതിയിലുള്ള ട്രോമ സർജറിയും സ്മിത ഹോസ്പിറ്റലിൽ ചെയ്തു വരുന്നുണ്ട്. ഇതുകൂടാതെ നമുക്കിവിടെ ഓഫർ ചെയ്യാനുള്ളത് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജറിയാണ്. ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ്, കാൽമുട്ടിൻ്റെയും ഇടുപ്പിൻ്റെ എല്ലിൻ്റെ ഹിപ്പ് ജോയിൻറ്റിൻ്റെയും റീപ്ലേസ്മെൻറ്റ് സർജറീസ് ഇവിടെ റെഗുലറായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. വലിയ പെയിൻ വരാത്ത രീതിയിൽ തന്നെ നമുക്ക് അനസ്തീഷ്യ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെൽപ്പോടുകൂടി നമുക്ക് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജറി നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ നോർമലി സെക്കൻഡ് ഡേ തന്നെ പേഷ്യൻറ്റിനെ ബെഡിൽ നിന്ന് വാക്കറിൻ്റെ സഹായത്തിൽ നടത്തിക്കും. വിത്തിൻ 5 days തന്നെ പേഷ്യൻറ്റിനെ വീട്ടിൽ ഡിസ്ചാർജ് ചെയ്ത് വിടാനുള്ള സൗകര്യവും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സാധാരണ ഒരു കോൺസെപ്റ്റാണ്, പെയിൻഫുൾ ആണ് നീ റീപ്ലേസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നടക്കാൻ കഴിയുമോ, ഇതൊക്കെയാണ് പേഷ്യൻസിന് നോർമലായിട്ടുണ്ടാകുന്ന ഒരു സംശയം അല്ലെങ്കിൽ ഒരു പേടി. അപ്പോൾ അതിന് നമുക്ക് റീജിയണൽ അനസ്തീഷ്യ, അതായത് ബ്ലോക്കുകൾ, നെർവ് ബ്ലോക്സിലൂടെ വേദനയില്ലാത്ത രീതിയിൽ തന്നെ പോസ്റ്റ് ഓപ്പറേറ്റീവ് സമയത്ത് പേഷ്യൻസിന് വലിയ വേദനയില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് മൊബിലൈസ് ചെയ്യാൻ, എഴുന്നേൽപ്പിച്ച് നടത്താൻ നമുക്കിവിടെ സാധിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു പേടി കൊണ്ട് ആരും ഈ സർജറി ചെയ്യാതിരിക്കരുത് എന്നുള്ളതാണ് നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ നമുക്ക് കീ ഹോൾ സർജറി അല്ലെങ്കിൽ ആർത്രോസ്കോപ്പി സർജറി ഇവിടെ നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്നുണ്ട്. മെയിനായിട്ടും ചെറിയ മുറിവിൽ കൂടി ക്യാമറ പാസ് ചെയ്ത് ഇൻസ്ട്രുമെൻസിൻ്റെ സഹായത്തോടുകൂടി ചെയ്യുന്നതാണ് ആർത്രോസ്കോപ്പി സർജറി. മെയിനായിട്ട് നമ്മൾ ഷോൾഡർ ജോയിൻ്റ്, അതായത് തോൾമുട്ടിൻ്റെയും അതേപോലെ തന്നെ കാൽമുട്ടിൻ്റെയും പ്രോബ്ലംസിനാണ് ഈ കീ ഹോൾ സർജറിയുടെ ഉപയോഗം നമ്മൾ ഉപയോഗിക്കുന്നത്. ഷോൾഡർ ആണെങ്കിൽ ഈ പേശികൾ, റൊട്ടേറ്റർ കഫ് എന്ന് പറയുന്ന മസിൽസിൻ്റെ കീറൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഷോൾഡറിന് വേദനയും ബലക്കുറവൊക്കെ അനുഭവപ്പെടാം. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് കീ ഹോൾ സർജറി വഴി തന്നെ അത് നമുക്ക് റിപ്പയർ ചെയ്ത് പേഷ്യൻറ്റിന് ഫുള്ളായിട്ടുള്ള അനക്കവും അതേപോലെ തന്നെ വേദന പൂർണ്ണമായും മാറാൻ സാധിക്കുന്ന ഒരു സർജറിയാണ് കീ ഹോൾ സർജറി. അതേപോലെ തന്നെ മുട്ടിൻ്റെ ലിഗമെൻറ്റ്സിനും ACL, മുമ്പിലുള്ള ലിഗമെൻറ്റ്, പാടകൾ, ഇതിൻ്റെയൊക്കെ കംപ്ലയിൻസിനും കീ ഹോൾ സർജറി വഴി നമുക്ക് പെയിൻ റിലീഫും അതേപോലെ തന്നെ നല്ലൊരു ഫങ്ഷണൽ റിക്കവറിയും എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കീ ഹോൾ സർജറിയുടെ മുറിവുകൾ ചെറുതായതുകൊണ്ട് വേദന കുറവായിരിക്കും, ബ്ലീഡിങ് കുറവായിരിക്കും. പോസ്റ്റ് ഓപ്പറേറ്റീവ്, അതായത് ബാക്ക് ടു വർക്ക്, പേഷ്യൻറ്റിനെ തിരിച്ച് ജോലിയിലേക്കോ അല്ലെങ്കിൽ ഒരു സ്പോർട്സ് പേഴ്സൺ ആണെങ്കിൽ തിരിച്ച് ഗെയിമിലേക്ക് പോകാൻ വേണ്ട സമയം വളരെ കുറവാണ് ഓപ്പൺ സർജറിനെ അപേക്ഷിച്ച്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിവിടെ മെയിനായിട്ടും ചെയ്തു വരുന്ന സർജിക്കൽ പ്രൊസീജിയേഴ്സ്. ഇത് കൂടാതെ നമുക്കൊരു ഫുള്ളി ഫങ്ഷണൽ ഫിസിയോതെറപ്പി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതായത് ഒരു ഇഞ്ചുറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് എത്രയും വേഗം ബാക്ക് ടു ദെയർ നോർമൽ റുട്ടീൻ വരാൻ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ ഫിസിയോതെറപ്പിസ്റ്റ്. ഓർത്തോപീഡീഷ്യനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഫിസിയോതെറപ്പിസ്റ്റിൻ്റെ സേവനവും. സോ നമുക്കിവിടെ ഫുള്ളി ഫ്ലെജ്ഡ് ആയിട്ടുള്ള ഒരു ഫിസിയോതെറപ്പി ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്. അപ്പോൾ അതും സ്മിത ഹോസ്പിറ്റലിലെ ഒരു പ്രത്യേകതയാണ്. പിന്നെ നമ്മൾ PRP ഇഞ്ചെക്ഷൻസ്, അതായത് വേദന, മുട്ട് തേയ്മാനമൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ ഒരു സ്റ്റേജ് ആവുന്നതിന് മുമ്പ് വേദനയുള്ളവർക്ക് നമുക്ക് മുട്ടിനകത്ത് PRP ഇഞ്ചെക്ഷൻ, പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ ഇഞ്ചെക്ഷൻ ഇതിൻ്റെ സേവനം ഇവിടെ ലഭ്യമാണ്. അതേപോലെ തന്നെ മുട്ട് തേയ്മാനം ഇപ്പോൾ ഓപ്പറേഷൻ, ഒരു മെഡിക്കൽ റീസൺ കാരണം ഓപ്പറേഷൻ ഡിലേ ആവുന്നവർക്ക് ടെമ്പററി ആയിട്ട് മുട്ടിനകത്തുള്ള ഫ്ലൂയിഡ് ഇഞ്ചെക്ഷൻസും ഹൈലൂറോണിക് ആസിഡ് ഇഞ്ചെക്ഷൻസും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളുടെ എല്ലാ ഓർത്തോപീഡിക് ആവശ്യങ്ങൾക്കും യു ആർ വെൽക്കം ടു സ്മിത ഹോസ്പിറ്റൽ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഓർത്തോപീഡിക്സ്, ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ്, ആർത്രോസ്കോപ്പി ആൻഡ് സ്പോർട്സ് മെഡിസിൻ. താങ്ക് യു.